ഒരു പനി വന്നാൽ ചികിത്സ തേടാൻ നമ്മൾ ആരും മടിക്കാറില്ല. പനി എന്ന് മാത്രമല്ല, മിക്ക ശാരീരിക പ്രശ്നങ്ങൾക്കും ചികിത്സ തേടാൻ മടിക്കാറില്ല എന്ന് മാത്രമല്ല, അത്യാധുനിക സംവിധാനമുള്ള ആശുപത്രികൾ നോക്കി തന്നെ ചികിത്സ തേടുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ മാനസികമായ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അടുപ്പമുള്ളവരോട് പോലും അത് തുറന്നു പറയാൻ നമ്മൾ മടിക്കുന്നു. എന്തുകൊണ്ട്? മനോരോഗി എന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയം കൊണ്ട്. നമ്മുടെ സാക്ഷര കേരളത്തിൽ ഇപ്പോഴും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ മനോരോഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ നിശബ്ദമായി മാനസിക ബുദ്ധിമുട്ടുകളെ, മാനസിക പ്രതിസന്ധികളെ ചുമന്ന് നടക്കുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ കൂടി വരികയാണ്. എന്നാൽ മാനസികമായ ബുദ്ധിമുട്ട് എന്നതിൻ്റെ അർത്ഥം മനോരോഗമുണ്ട് എന്നതാണോ? നമ്മളിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന മുഖ്യമായ ചില കാരണങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം. ഒന്ന്, തുടർച്ചയായ സമ്മർദ്ദം. കുടുംബം, പഠനം, ജോലി, സാമ്പത്തികം എന്നീ മേഖലകളിൽ തുടർച്ചയായ സമ്മർദ്ദം അഥവാ ക്രോണിക് സ്ട്രെസ് നേരിടുക. രണ്ട്, അപര്യാപ്തമായ ഉറക്കം. പല കാരണങ്ങളാൽ നമ്മുടെ ഉറക്കത്തിന്റെ അളവ് കുറയുക അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുക. നിങ്ങളുടെ തലച്ചോറിന് വേണ്ടുന്ന വിശ്രമം ലഭിക്കാതെ വരുമ്പോൾ അത് നിങ്ങളുടെ മാനസിക നിലയെ തകരാറിലാക്കുന്നു. മൂന്ന്, അണുബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃബന്ധം, പ്രണയബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. നാല്, അധിക ജോലിയും വിശ്രമക്കുറവും. അമിതമായ ജോലിഭാരം, വേണ്ടുന്ന ബ്രേക്ക് എടുക്കാതെ തുടർച്ചയായി കടുത്ത സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ട് തന്നെ ജോലി ചെയ്യുക. ഇത് നിങ്ങളുടെ മാനസികമായ ഗുണനിലവാരത്തെ വളരെയധികം ബാധിക്കുന്നു. അഞ്ച്, നിങ്ങളിൽ ആഴത്തിൽ ആഘാതമുണ്ടാക്കിയ ജീവിതാനുഭവങ്ങൾ അഥവാ പാസ്റ്റ് ട്രോമാസ്. ഇവ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. ആറ്, സാമൂഹിക പിന്തുണ ഇല്ലായ്മ. അതായത് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ ഒരാൾ ഇല്ലാതിരിക്കുക, ഒറ്റപ്പെടൽ അനുഭവപ്പെടുക. ഏഴ്, ആത്മപരിപാലനക്കുറവ് അഥവാ പുവർ സെൽഫ് കെയർ. അതായത് വ്യായാമമില്ലായ്മ, മോശമായ ഭക്ഷണം, അനിയന്ത്രിതമായ ജീവിതക്രമം ഇവയൊക്കെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു. എട്ട്, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ, ഹോർമോൺ ഇംബാലൻസുകൾ, തൈറോയിഡ്, ഡയബറ്റീസ്, മറ്റ് ക്രോണിക് അസുഖങ്ങൾ ഇവയൊക്കെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നവയാണ്. ഒൻപത്, അപയശീലങ്ങൾ, മദ്യപാനം, പുകവലി, എക്സസൈഡ്, കഫീൻ ഉപയോഗിക്കുക, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയൊക്കെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ താറുമാറാക്കുന്നു. 10, ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓവർലോഡ്. നിരന്തരമായ സ്ക്രോളിംഗ്, താരതമ്യം, ഈ സ്ക്രോളിങ്ങിലൂടെ ഉണ്ടാകുന്ന ഡോപ്പമിൻ ഓവർലോഡ് ഇവയൊക്കെ നിങ്ങളുടെ മാനസിക ഗുണനിലവാരത്തെ തകരാറിലാക്കുന്നു. മറ്റൊന്ന്, ജീവിതത്തിൽ പെട്ടെന്ന് നേരിടുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ. പ്രിയപ്പെട്ടവരുടെ മരണം, ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുക, വിവാഹമോചനം അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത് താമസം മാറിപ്പോവുക, അവിടെ ഒത്തുപോകാൻ കഴിയാതിരിക്കുക. ഇവയൊക്കെയാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തെ തകരാറിലാക്കുന്ന പൊതുവായ കാരണങ്ങൾ. ഇവയിൽ ഒന്നിലൂടെയെങ്കിലും കടന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടാകും. നമ്മുടെ ജീവിത പ്രതിസന്ധികൾ നമ്മിൽ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന പ്രതികരണമാണ് നമ്മളിൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ. ഇവയൊക്കെ മനോരോഗമായി കണക്കാക്കപ്പെടേണ്ടുന്നവയല്ല. എന്നാൽ നമ്മൾ മാനസിക ബുദ്ധിമുട്ടുകളെ മനോരോഗമായി കാണുന്ന നമ്മുടെ മലയാളി സമൂഹത്തിന്റെ ഒരു പ്രവണത മൂലമാണ് എല്ലാവരും ഇതിന് സഹായം തേടാനും ഒന്ന് തുറന്ന് സംസാരിക്കുവാനും പോലും മടിക്കുന്നത്. ഞാൻ ഡോക്ടർ ജാസ്മിൻ സംയുക്തം എന്ന ഒരു കൂട്ടായ്മയിലൂടെ കൗൺസിലിംഗ് സൈക്കോളജി, ഹോമിയോപ്പതി, എന്റെ ഗുരുനാഥനായ ബോധിസത്വൻ മാധവാചാര്യന്റെ നേതൃത്വത്തിൽ നിർവാണ യോഗ തെറാപ്പി എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നേരിടുന്ന മാനസികമായ പ്രതിസന്ധികൾക്ക് ലളിതവും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒപ്പം കേരളീയ സമൂഹത്തിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം കൂടുതൽ വളർത്തുക എന്നത്. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യുക.